നമ്മുടെ ഇന്നത്തെ വ്ലോഗിൽ സ്കാനിയ മൾട്ടി ആക്സൽ ബസിന്റെ റിവ്യൂ ആണ്. അപ്പം മറക്കാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ആ സൈഡാണ് നമ്മൾ കുറച്ച് ശ്രദ്ധ വേണ്ടത്. റൈറ്റ് സൈഡാണ് കൂടുതൽ. അതെ, ഈ സ്റ്റിയറിംഗിൽ തന്നെ റിട്രാഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ശരിക്കും ഈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ആതിര മുരളി. നമ്മുടെ പുതിയൊരു ഓട്ടോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു 2021 തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആശംസിക്കുന്നു. അപ്പം ഇന്ന് നമ്മുടെ അതിഥി ആരാണ് എന്നല്ലേ, ഇന്ന് നമുക്കൊരു ബസ്സാണ്, ഒരു മൾട്ടി ആക്സിൽ ബസ്സാണ്. സ്കാനിയയുടെ മൾട്ടിലിങ്ക് HD 360 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. നമുക്കറിയാം ഈ ഒരു വാഹനം നമ്മൾ KSRTC നൈറ്റ് സർവീസ് ഒക്കെ നടത്തുന്നതല്ലേ, നമ്മൾ ലോങ് യാത്രയ്ക്കൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു മോഡലാണിത്. അതിൽ തന്നെ ഈ ഒരു കോൺട്രാക്ട് സെഗ്മെൻറ്റിൽ നമ്മുടെ കേരളത്തിൽ 1-2 വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിൽ ഈ ഒരു ശിശിര ഗ്രൂപ്പിൻ്റെ വാഹനം മാത്രമാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ ഓടുന്നതും. അപ്പം ഞാൻ നമ്മുടെ സഞ്ചരിക്കുന്ന ഡെൻ്റൽ യൂണിറ്റിൻ്റെ വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു എനിക്കിതുപോലെ നിങ്ങളുടെ സ്കാനിയ ഒന്ന് റിവ്യൂന് ചെയ്യാൻ തരണമെന്ന്. അപ്പം ഉടനെ തന്നെ അറേഞ്ച് ചെയ്യുമായിരുന്നു. അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കടക്കാം. നമുക്കപ്പം ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കാം. കാര്യം നമുക്കെല്ലാം അറിയാം, മറ്റു വാഹനങ്ങളെക്കാളും ഈ സ്കാനിയ ഇതിൻ്റെയൊക്കെ നീളവും വീതിയും ഒക്കെ വളരെ കൂടുതലാണ്. അത് ശരിക്കും നല്ല യാത്രാ കംഫർട്ട് നൽകുന്നൊരു വാഹനമാണ്. അപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 13.7 മീറ്ററാണ്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 2.6 മീറ്ററാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 3.7 മീറ്ററുമാണ്. കൂടാതെ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും സേഫ്റ്റിയുടെ കാര്യങ്ങളും അതായത് ബോഡി ക്വാളിറ്റി എല്ലാം നല്ല പക്ക ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ലെഗേജ് സ്പേസ് ഉണ്ട്. ഇത് ഈ കാണുന്ന എല്ലാം 2 സൈഡിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലെഗേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ലോങ് പോകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു 3 ബൈക്ക് വരെ ഇതിൻ്റെ അകത്ത് നമുക്ക് കയറ്റി വെച്ച് കൊണ്ടുപോകാനുള്ള സ്പേസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ നമുക്ക് ഈ ഒരു റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ചാണ്. ലോങ് യാത്രകളിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ക്ഷീണവും ഇല്ലാതെ നമ്മളെ യാത്ര ചെയ്യാൻ സഹായിക്കുന്നതിന് ഈ ബസ്സിൻ്റെ സസ്പെൻഷൻ പ്രധാന ഘടകം വഹിക്കുന്നുണ്ട്. കാര്യം ഇതിൽ എയർ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അതായത് ഫ്രണ്ടിൽ 2 ബലൂൺസും റിയർ സൈഡിൽ 6 ബലൂൺസും നൽകിക്കൊണ്ടുള്ള ആ ഒരു നല്ല യാത്രാസുഖം നൽകുന്ന ഒരു സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 600 ലിറ്ററാണ്. അത് നമുക്ക് 2 സൈഡിൽ നിന്ന് ഫില്ല് ചെയ്യാവുന്ന രീതിയിലാണ്. ഈ സൈഡിൽ നിന്നും ഫില്ല് ചെയ്യാം, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഒരു കുറച്ച് മോശം റോഡിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പതിയെ ഡ്രൈവർക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്ത് ചെറിയ രീതിയിൽ 7 ഇഞ്ച് വരെ ഹൈറ്റ് കൂട്ടി വെച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. കാര്യം അടി തട്ടായിരിക്കാൻ വേണ്ടി ഹെൽപ്ഫുള്ളാണ്. കാര്യം ഇത്രയും നല്ലൊരു അതായത് നല്ല കോസ്റ്റുള്ളൊരു വാഹനമാണിത്. അപ്പോൾ അതിൽ ഇതുമാതിരിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടയേഴ്സ് വരുമ്പോഴത്തേക്കും 295/80R 22.5 റേഡിയൽ ടയേഴ്സാണ് നൽകിയിട്ടുള്ളത്. കൂടാതെ ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത്രയും വലിയൊരു വാഹനം നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് തിരിക്കണേലൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പം ഈ ഒരു സ്കാനിയയിൽ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി ഉണ്ട്. അതായത് നമുക്ക് ആ ഫ്രണ്ട് ടയർ ടേൺ ചെയ്യുന്ന പോലെ തന്നെ ഈ റേർ സൈഡിലെ ടയറും ടേൺ ചെയ്യുന്നുണ്ട്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ടേൺ ചെയ്യുക. അപ്പം അതുകൊണ്ട് ആ ഒരു ചെറിയ സ്പേസിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തെ തിരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഈ എഞ്ചിൻ റിയർ സൈഡിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എഞ്ചിൻ വന്നിട്ട് 13 ലിറ്റർ 360 HP ഉള്ള നല്ല കരുത്തുറ്റുള്ളൊരു പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. അതായത് ഈ ഒരു സ്കാനിയ എന്ന് പറയുന്നത് 100ഓളം കൺട്രീസ് 100+ കൺട്രികളിൽ യൂസ് ചെയ്ത് പ്രൂവ് ആയിട്ടുള്ള ഇപ്പോഴും റണ്ണായിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണെന്ന് എല്ലാവർക്കും അറിയാം. കാര്യം ഈ ഒരു എഞ്ചിൻ റിയർ ഭാഗത്ത് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ വെയിറ്റ്, ഈ എഞ്ചിൻ്റെ ഭാഗത്തെ വെയിറ്റ് റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു യാത്രാ കംഫർട്ട് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്കകത്തുള്ള നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ കുറവായിരിക്കും അകത്തിരിക്കുന്നവർക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡീസൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം 2.25 to 3 ആയിരിക്കും ഇതിൻ്റെ ഒരു മൈലേജ്. നമുക്കറിയാം ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ കുറച്ച് നോർമൽ ബസ്സുകളെ ടൂറിസ്റ്റ് ബസ്സുകളെക്കാളും കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. കാര്യം ഈ ഒരു വാഹനം കോസ്റ്റ്ലിയാണ്. അതുപോലെ അത്ര നല്ലൊരു യാത്രാസുഖവും നൽകുന്നുണ്ട്. കൂടാതെ ഈ ഒരു വാഹനത്തിൻ്റെ റിയർ സൈഡിൽ ഏറ്റവും മുകളിലായിട്ടാണ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ആ റിയർ ഭാഗം മൊത്തം വിശാലമായിട്ട് കാണാവുന്ന രീതിയിലുള്ള ആ ഒരു ക്യാമറ നൽകിയിട്ടുള്ളത്.
അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് 49 സീറ്റ് കപ്പാസിറ്റിയുള്ള സെമി സ്ലീപ്പർ ഡ്യുവലക്സ് ബസ്സാണ്. അപ്പം ഏറ്റവും കംഫർട്ട് നൽകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റിംഗ് വരുമ്പോഴത്തേക്കും നമുക്കറിയാം നമ്മൾ ലോങ് യാത്രകളിലൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പം ഒന്ന് കിടന്ന് യാത്ര ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൽ ഈസി ആയിട്ട് തന്നെ പറ്റും. കാര്യം ഒരു കാഫ് സപ്പോർട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാല് ഒന്ന് മരയ്ക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടി ഇത് സപ്പോർട്ടാണ്. കൂടാതെ റിക്ലൈനിങ്ങും സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്, നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിപ്പോകാൻ പറ്റുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. കൂടാതെ പിന്നെ സീറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് ബ്രാൻഡായിട്ടുള്ള ഹരിത എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി സെറ്റ് ചെയ്തിട്ടുള്ള പ്രീമിയം സീറ്റ്സ് ആണിത്. അതിൻ്റെ തന്നെ സീരീസ് എന്ന് പറയുന്നത് HSDX എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് സീറ്റ്സ് ആണിത്. കൂടാതെ സീറ്റ്സിൽ തന്നെ നമുക്ക് സീറ്റ് ബെൽറ്റും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് യാതൊരുവിധ മീൻസ് ബ്രേക്കിംഗ് സമയത്തൊക്കെ ആണെങ്കിലും വളരെ സേഫ് ആയിരിക്കും. കൂടാതെ എമർജൻസി ബ്രേക്ക് ഹാമർ എല്ലാ വിൻഡോയുടെയും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് GPS-ൻ്റെ ഒരു സ്വിച്ചും കാര്യങ്ങളും ഉണ്ട്. അതും സേഫ്റ്റിയുടെ കാര്യത്തിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു സ്പേസിങ്ങും കാര്യങ്ങളും ഉണ്ട്. എല്ലാ സീറ്റ്സിൻ്റെ സൈഡിലായിട്ട് ചാർജിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എല്ലാ സീറ്റ്സിൻ്റെ സൈഡിലുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു റിയർ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു 3 TV ഉണ്ട്. ഫ്രണ്ടിലും റിയറിലും മിഡിൽ ഏറ്റവും ലാസ്റ്റുമായിട്ട് 3 TV പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം റിയർ സൈഡിലാണുള്ളത്. റിയർ സൈഡിൽ ഇരുന്നിട്ട് പോലും എനിക്ക് ആ എൻജിൻ്റെ സൗണ്ട് അധികമായിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. ചെറിയ രീതിയിലുള്ള സൗണ്ടേ കാര്യങ്ങളും ഉള്ളൂ. കൂടാതെ ഫ്രണ്ടിലും റിയറിലുമായിട്ട് ഫയർ എക്സ്റ്റിങ്വിഷർ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലൊക്കെ യാത്ര ചെയ്യുന്നവർ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ ഉണ്ട് എന്നുള്ളത്. ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിലുണ്ട്. കൂടാതെ ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റിയർ സൈഡിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പോൾ റിയർ സൈഡിൽ എന്തെങ്കിലും ഫയറിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രാത്രി റൺ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഉറക്കമായിരിക്കും, ആരും അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ടൈമിൽ ഈ വാഹനം തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് റിയർ സൈഡിൽ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടൊരു കണക്ഷൻ കൊടുക്കും. അതായത് ഇതൊരു അലാറമാണ്. ഈ അലാറം ഓൺ ദ സ്പോട്ടിൽ അപ്പോഴത്തേക്കും അലാറം അടിക്കും. അങ്ങനെ ഡ്രൈവർ അലേർട്ടാവും. അപ്പോൾ അതും സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും സേഫ്റ്റിയുടെ കാര്യങ്ങളും ഒക്കെ. ഇനി എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് കടക്കുവാണ്. ഡ്രൈവ് ചെയ്യണം. അതുപോലെ തന്നെ ഡ്രൈവിലുപരി ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിലുണ്ട്. കാര്യം മറ്റു വാഹനങ്ങൾ പോലെയല്ല, കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കുകയും വേണം, അതുപോലെ നിങ്ങൾക്ക് പറഞ്ഞു തരികയും വേണം. അപ്പം ബാ കുറേ വർഷത്തെ, അതായത് ഒരുപാട് വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഇതുപോലെ സ്കാനിയയിൽ സീറ്റിലൊന്ന് കയറിയിരിക്കണം, ഒന്ന് ഡ്രൈവ് ചെയ്യണം എന്നുള്ളത്. ഡ്രൈവിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇതിന് ഒരു 5 ദിവസത്തെ ട്രെയിനിങ് ഉണ്ട്. അത് അറ്റൻഡ് ചെയ്താൽ മാത്രമേ ഈ ഒരു വാഹനം നമുക്ക് അതിനുള്ള പെർമിഷൻ കിട്ടത്തുള്ളൂ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഡ്രൈവ് ചെയ്യുന്നേ ഉള്ളൂ. കാര്യം ഇതിന് ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഡ്രൈവ് ചെയ്യുന്നതിന് ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. കാര്യം ഇതൊരു ദൂരം ഓടുന്ന ബസ്സാണ്. ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും വളരെ ശ്രദ്ധിച്ച് വേണം ഈ ഒരു വാഹനം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് അത്ര കുറച്ച് സീരിയസ് കൂടിയാണ്. ഈ ഒരു വാഹനത്തോട് എനിക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. കാര്യം എൻ്റെ അച്ഛൻ KSRTC-യിലായിരുന്നു. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയായിരുന്നു സ്കാനിയയുടെ മൾട്ടി ആക്സിൽ ഒന്ന് ഡ്രൈവ് ചെയ്യണം, ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ ഉണ്ട്, അതൊക്കെ നീ ഒന്ന് അറ്റൻഡ് ചെയ്യണം, വളരെ നല്ലതാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് ഇന്ന് ഈ ഒരു വാഹനം കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും ആഗ്രഹം എന്ന് വെച്ചാൽ ഇത് ഡ്രൈവ് ചെയ്യണം, ഇതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതായിരുന്നു. അതെന്തായാലും ഇന്ന് സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ ഒരു ഡ്രൈവറെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണിത്, ഡ്രൈവർ കോക്പിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് വരുമ്പോൾ നമുക്ക് ആദ്യം സ്റ്റിയറിങ്ങിലേക്ക് തുടങ്ങാം. സ്റ്റിയറിംഗ് വരുമ്പം ടെലിസ്കോപ്പിക്കും ടിൽറ്റബിളുമായിട്ട് നമുക്ക് ഡ്രൈവർക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് ആണ്. അത്യാവശ്യം വലിപ്പം കാര്യങ്ങളും ഉണ്ട്. നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിയറിംഗ് ആണ്. അതിൽ തന്നെ ക്രൂയിസ് കൺട്രോൾ ഉണ്ട്, ചെറിയ മോഡ്സും കാര്യങ്ങളുണ്ട്. പിന്നെ സെൻട്രലായിട്ട് സ്കാനിയയുടെ ആ ഒരു ബാഡ്ജിൻ്റെ വാല്യൂ വളരെ വലുതാണ്. ആ ഒരു ബാഡ്ജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വാഹനത്തിൻ്റെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, 8 സ്പീഡ് ട്രാൻസ്മിഷനാണ്. അതിൽ തന്നെ മാനുവലായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ. കൂടാതെ ഈ സ്റ്റിയറിങ്ങിൽ തന്നെ റിട്രാഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ശരിക്കും ഈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് തെന്നിയൊക്കെ പോകാതിരിക്കാൻ വേണ്ടി ഈ ഒരു റിട്രാഡർ യൂസ് ചെയ്തിട്ടുള്ള ബ്രേക്കിങ്ങും ഉണ്ട്. ഇതൊക്കെ ശരിക്കും ഒരു ട്രെയിനിങ്ങിന് പോയാൽ മാത്രമേ കറക്റ്റായിട്ട് ഇതെങ്ങനെ ഡ്രൈവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇപ്പം ചെറിയൊരു ഷോർട്ട് ഡ്രൈവിന് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് ലോങ് ഡ്രൈവിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ബ്രേക്കിംഗ്
നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു റിട്രാഡർ യൂസ് ചെയ്യുന്നത്. കൂടാതെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് പാർക്കിംഗ് ഓപ്ഷനുണ്ട്. ഇതിൻ്റെ ഹാൻഡ് ബ്രേക്കാണിത്. പിന്നെ ഇവിടെ ലൈറ്റ്സിൻ്റെ ഓപ്ഷനും കാര്യങ്ങളും ഉണ്ട്. ഹസാർഡ് ലൈറ്റിൻ്റെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു മൈക്ക് ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ, ഇതൊരു ചെറിയൊരു ഈ ഒരു ഡ്രൈവറുടെ ഒരു കീ ആണ്, ഒരു ചിപ്പ് പോലത്തെ ഒരു സംഭവമാണ്. ഇത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡ്രൈവർ എങ്ങനെ ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്നു അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് പുള്ളിയുടെ ഈ ഒരു ഡ്രൈവറിൻ്റെ ബ്രേക്കിംഗ് എങ്ങനെയുണ്ട്, കറക്റ്റായിട്ടാണോ, നല്ല ഡ്രൈവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് റീഡ് ചെയ്യാൻ പറ്റും. കാര്യം ഇതിൽ തന്നെ ഒരു മെമ്മറി ഉണ്ട്. ആ മെമ്മറിയിലേക്ക് ഇത് സ്റ്റോർ ആവുന്നുണ്ട്, ഈ ഒരു വാഹനത്തെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും. അതുകൊണ്ട് അതായത് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർ ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് ഡ്രൈവ് ചെയ്യണം. നല്ല ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടും അതുപോലെ തന്നെ സേഫ്റ്റി നോക്കിയിട്ടും ഒക്കെ വേണം ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. അതിനൊക്കെ കൂടിയാണ് ഈ ഒരു സംഭവമൊക്കെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ റിവേഴ്സ് ക്യാമറ ആണിത്. പിന്നെ AC-യുടെ ഓപ്ഷൻസ്, കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. മ്യൂസിക് സിസ്റ്റം ഇവിടെയുണ്ട്. പിന്നെ ഇതൊരു ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങുന്ന ഒരു സ്വിച്ച് ബോർഡാണിത്. ഇതിൽ തന്നെ ഈ ഫസ്റ്റ് കാണുന്നത് ബാറ്ററിയുടെ മാസ്റ്റർ സ്വിച്ച് ആണ്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കറണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം കട്ടാവും. കൂടാതെ ഈ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരുന്നു, സസ്പെൻഷൻ്റെ കാര്യം. സസ്പെൻഷൻ അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്വിച്ചാണിത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ആണ്. പിന്നെ ഇത് ലൈറ്റ്സിൻ്റെ സ്വിച്ച് ആണ്. ഇത് ബ്രേക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്വിച്ചാണ്. ഇത് ഓണും ഓഫും ചെയ്തിടാൻ പറ്റും. കൂടാതെ ഈ കാണുന്ന സ്വിച്ചുകളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ലൈറ്റ്സിൻ്റെ സ്വിച്ചുകളാണ്. ഈ ചെക്ക് എന്നുള്ള സ്വിച്ച് കണ്ടോ, ഇത് ഓവറോൾ ഈ വാഹനത്തിലുള്ള എല്ലാ ലൈറ്റ്സും ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷനാണ്. അത് എല്ലാ ലൈറ്റ്സും ഓട്ടോമാറ്റിക്കലി ഇതൊരു സ്വിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ്സ് വർക്കിംഗ് ആണോ ചെക്ക് ചെയ്യും. കൂടാതെ ഇതെന്ന് പറയുന്നത് ഡോർ ഓപ്പണിങ്ങിൻ്റെ ആണ്. ഇതെന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഗ്ലാസ് ഹീറ്റിങ്ങിന് വേണ്ടിയുള്ള ഓപ്ഷനാണ്. പിന്നെ ഇത് നമുക്ക് മൊബൈൽ ചാർജിങ് ഇല്ലേ, സീറ്റിൻ്റെ അടുത്തുള്ള മൊബൈൽ ചാർജിങ്ങിൻ്റെ ഓൺ ഓഫ് ബട്ടണാണ്. ഇത് മ്യൂസിക് സിസ്റ്റം, TV-യുടെ, പിന്നെ ഇത് ഡാഷ്ബോർഡിൻ്റെ ലൈറ്റ്സിൻ്റെ സ്വിച്ചാണ്. ഇത് ട്രാക്ഷൻ കൺട്രോൾ സ്വിച്ചാണ്. അതായത് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള റോഡിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ ഒരു കൺട്രോൾ കറക്റ്റായിട്ട് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇത്രയും സ്വിച്ചുകളാണ് ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലസ്റ്റർ ഒന്ന് നോക്കാം. ക്ലസ്റ്ററിൽ RPM മീറ്ററും അതുപോലെ തന്നെ സ്പീഡോമീറ്ററും പിന്നെ ഹീറ്റിൻ്റെ കാര്യങ്ങൾ, ഫ്യൂവലിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട് ബേസിക് ആയിട്ടുള്ള. പിന്നെ ഡിജിറ്റലായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഒരു മോഡ്സ് നമുക്ക് ഇവിടെ ഇരുന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന് റൈറ്റിലേക്ക് ആക്കി, അപ്പോൾ അതിൽ നമുക്ക് ഫ്യൂവൽ കൺസപ്ഷൻ അറിയാൻ പറ്റുന്നുണ്ട്, ആവറേജ്. പിന്നെ ബാറ്ററിയുടെ വോൾട്ടേജും കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ട്. എൻജിൻ ഓയിലിൻ്റെ പ്രഷർ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ ഡ്രൈവിംഗ് ടിപ്സും കാര്യങ്ങളും ഉണ്ട്. ഇതുണ്ട്, ഈ ഒരു 100% നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു 100 മാർക്ക് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു 68% ഉള്ളത്. പിന്നെ ഡ്രൈവിംഗ് സ്കോർ അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ തുടങ്ങി വണ്ടിയുടെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ, പിന്നെ ടൈം, ടോട്ടൽ ഡിസ്റ്റൻസ്, ടെമ്പറേച്ചർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രശ്നത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു ലിവറിൻ്റെ കാര്യം. ഇതിൽ തന്നെയാണ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ഈ ഒരു റിട്രാഡറിലെ ബ്രേക്ക് കൂടെ അപ്ലൈ ചെയ്യുന്നത്. അതായത് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് കാലിലെ ബ്രേക്ക് മാത്രം പോരാ, ഈ ഒരു ബ്രേക്ക് കൂടി വേണം നമുക്ക് ഈ ഒരു വാഹനത്തെ നിർത്തുമ്പോഴോ അല്ലെങ്കിൽ എമർജൻസി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോഴോ നമുക്ക് ഈ ഒരു റിട്രാഡർ ബ്രേക്ക് വളരെ അത്യാവശ്യമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രോപ്പർ വേ. കൂടാതെ ഇതിൽ തന്നെ ഈ ലിവറിൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ മോഡ് ചേഞ്ച് കൂടെ വന്നിട്ടുള്ളത്. അതായത് നോർമൽ മോഡ്, എക്കണോമിക്കലായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോഴത്തെ മോഡ്, അതുപോലെ തന്നെ പവർ മോഡ്, അങ്ങനെ 3 മോഡ്സാണ് ഉള്ളത്. പവർ മോഡ് വരുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും വളരെ മോശമായിട്ടുള്ള റോഡിലോ അല്ലെങ്കിൽ നല്ലൊരു കയറ്റമൊക്കെ വരുമ്പോഴത്തേക്കും പവർ മോഡ് യൂസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ഗിയർ അപ്ലൈ ചെയ്തതിന് തുല്യമായിട്ടുള്ള ഒരു മോഡാണ് പവർ മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, ഇനി ഉണ്ടെന്ന് തോന്നുന്നു, ചിലതൊക്കെ ഞാൻ മിസ്സായെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കിനി ഇവൻ്റെ ഡ്രൈവ് ഒന്ന് നോക്കാം. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഈ ഒരു വാഹനത്തെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയാണ്. പോവാം.
അങ്ങനെ ഡ്രൈവ് ചെയ്തു. എനിക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ് കിട്ടിയത്. കാര്യം എന്ന് വെച്ചാൽ സാധാരണ മാനുവൽ ട്രാൻസ്മിഷൻ വാഹനങ്ങളാണല്ലോ ഇത്ര നാൾ ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഒരു മൾട്ടി ആക്സിൽ സ്കാനിയ ബസ് ഡ്രൈവ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല രസമായിരുന്നു ഡ്രൈവ് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് ശിശിര ഗ്രൂപ്പിന്. കാര്യം ഇവരുടെ തന്നെ നമ്മൾ ആ ഒരു റണ്ണിങ് ഡെൻ്റൽ യൂണിറ്റിൻ്റെ ആ ഒരു റിവ്യൂ എടുത്തിരുന്നു. അതിന് ശേഷം ഇപ്പം നമുക്ക് ഈ ഒരു വാഹനം കൂടെ കിട്ടി. കാര്യം ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു സ്കാനിയ റിവ്യൂ ചെയ്യണം എന്നുള്ളത്. അപ്പം ഈ ഒരു ശിശിര ഗ്രൂപ്പിനെ കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. കാര്യം 33 വർഷമായിട്ട് ടൂറിസം ട്രാവൽ മേഖലയിലായിട്ട് നമ്മുടെ കൊച്ചി ബേസ്ഡ് ആയിട്ടൊക്കെ റൺ ചെയ്ത് വരുന്ന ഒരു ഗ്രൂപ്പാണ് ശിശിര ഗ്രൂപ്പ്. അപ്പം ചെറിയ പ്രീമിയം വാഹനങ്ങൾ മുതൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങൾ വരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വാഹനങ്ങളുണ്ട്. അത് ഒരു പ്രൈവറ്റ് സെഗ്മെൻറ്റിൽ നമുക്ക് ഈ ഒരു വാഹനത്തെ യൂസ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ ഇത്രയും നാളും കണ്ടുവന്നിരുന്നത് വെച്ച് കഴിഞ്ഞാൽ KSRTCയുടെ സ്കാനിയൊക്കെയാണ്. നമുക്കറിയാം ഒരുപാടുണ്ട്, സേഫ്റ്റി ആയിട്ട് നമ്മളെ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുള്ള വാഹനങ്ങളുണ്ട്. കൂടാതെ എനിക്ക് ഫസ്റ്റ് ആയിട്ടുള്ളൊരു അറിവാണ് ഇങ്ങനെ ഒരു കോൺട്രാക്ട് ഗാരേജ് ബേസിൽ ഇതുപോലുള്ളൊരു വാഹനം നമ്മുടെ ഫാമിലി പർപ്പസിനും ടൂറിങ്ങിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വാഹനം ഉണ്ടെന്ന്. അതും കേരളത്തിൽ തന്നെ 1-2 വാഹനങ്ങളെ പോലെ കോൺട്രാക്ട് ഗാരേജ് ബേസിലായിട്ടുള്ളത്, അതും ശിശിരയുടേതാണ്. അതുകൊണ്ട് സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ് എനിക്കിങ്ങനെ ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ തന്നതിലും. അതുപോലെ ഇനിയും നല്ല നല്ല വാഹനങ്ങളൊക്കെ റിവ്യൂ ചെയ്യാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ഈ ഒരു റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.